Hi students, once again welcome back to Regional Learning Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +2 ജിയോഗ്രഫി എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഡയഗ്രാമിൻ്റെ സഹായത്തോട് കൂടി വിശദീകരിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഡയഗ്രാമിൻ്റെ സഹായത്തോട് വിശദീകരിക്കാനാണ് 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. പിന്നെ മാപ്പ് നിർബന്ധമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഏതൊക്കെ മാപ്പ് ഉണ്ട് അത് പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സിറ്റികൾ പറയുന്നത് ആ ഏരിയകളൊക്കെ മാപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റത്തെ പാർട്ടിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ജിയോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇതിൽ നിന്ന് ഒരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ നിർവചനം ചോദിക്കും, ഡിഫൈൻ ഹ്യൂമൻ ജിയോഗ്രഫി. ദെൻ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ജിയോഗ്രഫിയും അതിൻ്റെ മറ്റു ഡിസിപ്ലിൻ ഓഫ് സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധം ചോദിക്കും. അത് പ്രധാനമായിട്ടും നമുക്കറിയാം സാമൂഹിക ഭൂമിശാസ്ത്രം, രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, ജനസംഖ്യാ ഭൂമിശാസ്ത്രം, ദെൻ അധിവാസ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇതിൻ്റെയൊക്കെ ബന്ധം, അതിൻ്റെ ഉപയോഗ മേഖലകൾ ഏതൊക്കെയാണ്, ആ സാമൂഹ്യശാസ്ത്രത്തിന് അനുബന്ധമായിട്ടുള്ള വിജ്ഞാന ശാഖകൾ ഏതൊക്കെയാണ്, ഇതായിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം വരും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2-3 സബ്ജക്റ്റിൻ്റെ റിലേഷൻഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ ബന്ധം ചോദിക്കും. ദെൻ പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം ആൻഡ് പോസിബിലിസം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതാണെന്ന് ചോദിക്കുക. അതായത് പാരിസ്ഥിതിക വിധിവിശ്വാസം അതേപോലെ തന്നെ സാധ്യതാവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മാനവിക ഭൂമിശാസ്ത്രത്തിലെ ചിന്താധാരകൾ ചോദിക്കും. അപ്പോൾ 3 ഏതൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം, പോസിബിലിസം, അതേപോലെ തന്നെ നിയോ ഡിറ്റർമിനിസം. പക്ഷേ മെയിനായിട്ട് ചോദിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസവും അതേപോലെ തന്നെ പോസിബിലിസം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് വേൾഡ് പോപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. ഇതിൽ നിന്നും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കോമ്പണൻ്റ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. അതായത് ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതായത് ജനസംഖ്യ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും 3 ജനനം, മരണം, കുടിയേറ്റം. അപ്പോൾ ജനനിരക്ക് എങ്ങനെയാണ് കാണുക, മരണനിരക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത് ചോദിക്കും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കുടിയേറ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. മെൻഷൻ ദ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ പ്രധാനമായിട്ട് 2 ഘടകങ്ങളാണ്, ഒന്ന് പുഷ് ഫാക്ടറും മറ്റൊന്ന് പുൾ ഫാക്ടറും. അതായത് നിർബന്ധിത ഘടകങ്ങളും ആകർഷിത ഘടകങ്ങളും. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്തൊക്കെയാണ് നിർബന്ധിത ഘടകങ്ങൾ, എന്തൊക്കെയാണ് ആകർഷിത ഘടകങ്ങൾ എന്നുള്ളത്. ദെൻ പിന്നെ 3ാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ 100% വരും. ഇത് ഒന്നുകിൽ 6 മാർക്കിന് വരും, ഇല്ലെങ്കിൽ 5 മാർക്കിന് വരും. അപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി പഠിച്ചു വെക്കണം. അതിൻ്റെ 3 സ്റ്റേജും പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി ചോദിക്കാതെ ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഘട്ടങ്ങൾ ഏതാണെന്ന് ചോദിക്കും. സ്റ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 ഘട്ടങ്ങൾ നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ്, മാനവിക വികസനം. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതായത് മാനവിക വികാസത്തിൻ്റെ 4 തൂണുകളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒന്ന് സമത്വം, മറ്റൊന്ന് സുസ്ഥിരത, ഉൽപ്പാദനക്ഷമത, ശാക്തീകരണം. ഇങ്ങനെ 4 അതായത് ഇക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, എംപവർമെൻറ്റ്. ഇത് 4 ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എന്തായാലും ചോദിക്കും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ 2ാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികാസത്തിൻ്റെ വിവിധ സമീപന രീതികൾ ഏതൊക്കെയെന്നുള്ളതാണ്. അതായത് മാനവ വികാസത്തിൻ്റെ വിവിധ സമീപന രീതികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 4 അപ്രോച്ചുകളുള്ളത്. ഇൻകം അപ്രോച്ച്, വെൽഫെയർ അപ്രോച്ച്, മിനിമം ഓർ ബേസിക് നീഡ് അപ്രോച്ച്, ദെൻ കേപ്പബിലിറ്റി അപ്രോച്ച്. ഇതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ദെൻ പിന്നെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ 100% ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ചോദിക്കും. അതായത് മാനവികാസം എങ്ങനെയാണ് കണക്കാക്കുക, അതിൻ്റെ സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എങ്ങനെയെന്നുള്ളതാണ് HDI. അത് കണക്കാക്കുന്ന 3 സൂചകങ്ങളുണ്ട്. ഒന്ന് ആക്സസ് ഹെൽത്ത്, ആക്സസ് ടു എഡ്യൂക്കേഷൻ, ആക്സസ് ടു റിസോഴ്സ്. ഇനി അടുത്ത ചാപ്റ്ററാണ് പ്രാഥമിക പ്രവർത്തനങ്ങൾ, പ്രൈമറി ആക്ടിവിറ്റീസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം കേട്ടോ. എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെയിം ഓഫ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ സിസ്റ്റം. അതായത് നമ്മുടെ സ്ഥാനാന്തര കൃഷിയുടെ പല പേരുകളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്കിന്, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 മാർക്കിന് വരും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈനിങ് ആക്ടിവിറ്റീസ്. ഖനികളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ മൈനിങ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കണം. ദെൻ അതോടുകൂടി അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പ്രധാന 2 ഘടകങ്ങളാണ്. ഒന്ന് ഭൗതിക ഘടകങ്ങളും മറ്റൊന്ന് സാമ്പത്തിക ഘടകങ്ങളും. ദെൻ പിന്നെ 3ാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർഫസ് മൈനിങ് ആൻഡ് അണ്ടർഗ്രൗണ്ട് മൈനിങ്.
അതായത് ഖനനത്തിൻ്റെ രണ്ട് രീതികളാണത്, ഉപരിതല ഖനനവും അതേപോലെ തന്നെ ഭൂഗർഭ ഖനനവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തും ചോദിക്കും. ഇൻ കേസ് വ്യത്യാസം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് മൈനിങ് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരും. രണ്ടായാലും ഒന്ന് തന്നെയാണ് ആൻസർ. അപ്പോൾ വ്യത്യാസം എഴുതുമ്പോൾ നിങ്ങൾ രണ്ട് സൈഡിൽ കോളം തിരിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത ചാപ്റ്ററാണ് സെക്കൻഡറി ആക്ടിവിറ്റീസ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും ഒരു 3 ക്വസ്റ്റ്യനാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും ഒരു ക്വസ്റ്റ്യനാണ് കാര്യമായിട്ട് വരുന്നത്. അത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ എന്താണ് കാർഷിക വ്യവസായം എന്നുള്ളത് ചോദിക്കും. അഗ്രി ബിസിനസ് എന്താണെന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. പിന്നെ ക്ലാസിഫൈ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ഉടമസ്ഥയുടെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങൾ എത്രയായിട്ട് തരംതിരിക്കാം, അത് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. പിന്നെ ക്ലാസിഫൈ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാം എന്നുള്ളത് ചോദിക്കും. ദെൻ ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് ടെറിഷറി ഓർ ക്വാട്ടേണറി ആക്ടിവിറ്റീസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റീറ്റെയിൽ ട്രേഡിങ്ങിനെ കുറിച്ച് ചോദിക്കും. ചില്ലറ വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ക്യൂനറി ആക്ടിവിറ്റീസ് എന്നുള്ളത് പറഞ്ഞാൽ, അതായത് പഞ്ചമ വിഭാഗ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം, ആരൊക്കെയാണ് ആ വിഭാഗത്തിൽ പെടുന്നത് എന്നുള്ളതും എഴുതി വെക്കണം. പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ സർവീസ്, ഗതാഗത വാർത്താവിനിമയ സേവനങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് വിശദീകരിക്കുക. പിന്നെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഡിജിറ്റൽ വേർതിരിവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. അത് 2 മാർക്കിന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് 1 അടുത്ത ചാപ്റ്ററാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു 4 ക്വസ്റ്റ്യനാണ് പഠിച്ചിരിക്കേണ്ടത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ, അതായത് ഭൂഖണ്ഡാന്തര റെയിൽവേകൾ, അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് ചോദിക്കും. ദെൻ പിന്നെ ഏതെല്ലാമാണ് ഭൂഖണ്ഡാന്തര റെയിൽവേകൾ എന്നുള്ളതും ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻലാൻഡ് വാട്ടർവേസ്, അതായത് ഉൾനാടൻ ജലപാതകളുടെ വികസനത്തിന് നൽകുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്, അത് വിശദീകരിച്ച് വെക്കാൻ വേണ്ടി ചോദിക്കും. ദെൻ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പൈപ്പ് ലൈൻ എന്നുള്ളത് ചോദിക്കും. പൈപ്പ് ലൈൻ ഗതാഗതം, അതായത് ബിഗ് ഇഞ്ച് പൈപ്പ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അനലിസിസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അത് വിശകലനം ചെയ്യാൻ വേണ്ടി ചോദിക്കും, എന്തൊക്കെ ഗുണങ്ങളാണ് ജലഗതാഗതം കൊണ്ടുള്ളത്. അപ്പോൾ അതും പഠിച്ചേക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് 1 നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ് അന്തർദേശീയ വ്യാപാരം, ഇന്റർനാഷണൽ ട്രേഡ്. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ദ ബേസിസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്തർദേശീയ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അന്തർദേശീയ വ്യാപാരത്തിൻ്റെ ചില പ്രധാന വശങ്ങൾ ഏതൊക്കെയെന്നുള്ള ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഷുവറായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡംപിങ് എന്നാൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഡംപിങ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അതായത് ഒരേ ഉൽപ്പന്നം 2 രാജ്യങ്ങൾ വ്യത്യസ്ത വിലക്ക് നൽകുന്ന സമ്പ്രദായമാണ് ഡംപിങ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള തുറമുഖങ്ങളില്ലേ, വിവിധതരം തുറമുഖങ്ങൾ, അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ പാർട്ട് 2 പോവാണ്, ഇന്ത്യൻ പീപ്പിൾ ആൻഡ് എക്കോണമി. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പൻസേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഒരുപാട് എസ്സേകൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ജനസാന്ദ്രത എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. പിന്നെ ജനസാന്ദ്രത നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഒരു നിശ്ചിത വിസ്തൃതിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ അളവിനാണ് ശരിക്കും ജനസാന്ദ്രത എന്ന് പറയുന്നത്. പിന്നെ അതോടുകൂടെ നിങ്ങൾ എന്ത് പഠിച്ചേക്കണം, ഫിസിയോളജിക്കൽ ഡെൻസിറ്റിയും അതായത് അഗ്രികൾച്ചർ ഡെൻസിറ്റിയും, പോഷണ ജനസാന്ദ്രതയും ദെൻ അതേപോലെ തന്നെ കാർഷിക ജനസാന്ദ്രതയും, അത് രണ്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ രണ്ടാമതായിട്ട് ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് 4 ഫേസസ് ഓഫ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചയുടെ ഘട്ടങ്ങൾ എഴുതുക. 4 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും. അതായത് 1901 മുതൽ 21 വരെയുള്ള ഫസ്റ്റത്തെ ഘട്ടം, ദെൻ 21 മുതൽ 51 വരെയുള്ള രണ്ടാമത്തെ ഘട്ടം, 51 മുതൽ 81 വരെയുള്ള മൂന്നാമത്തെ ഘട്ടം, ദെൻ 81 ശേഷം 2011 വരെയുള്ള 4ാമത്തെ ഘട്ടം. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ജനസംഖ്യ വളർച്ചയുടെ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ സവിശേഷതകൾ എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതൊരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു എസ്സേ ചോദിക്കുമെന്ന് ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശം എന്ന് പറയുന്നത് ഇൻഡോ ഗംഗാ സമതലാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ചോദിക്കുക. അതായത് ഇൻഡോ ഗംഗാറ്റിക് പ്ലാൻ ഈസ് വൺ ഓഫ് ദ ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻ ഇന്ത്യ, ഗിവ് ദ റീസൺ. എന്തുകൊണ്ടാണ് ആ ഏരിയ കൂടുതൽ ജനസാന്ദ്രതയുള്ളതിൽ മാറിയത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഒക്യുപ്പേഷണൽ കാറ്റഗറീസ്, തൊഴിൽ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 2013 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ തൊഴിൽ ജനതയെ 4 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. കർഷക തൊഴിലാളികൾ, അതേപോലെ തന്നെ ഗാർഹിക അനുബന്ധ വ്യവസ്ഥകളിൽ ഏർപ്പെടുന്നവർ, മറ്റു തൊഴിൽ ചെയ്യുന്നവർ. അതും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചേക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ദെൻ പിന്നെ നമ്മൾ പോകുന്നത് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പാർട്ട് 2. ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ അർബൻ ഓൺ ദ ബേസ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം, അത് ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്ന് പുരാതന നഗരങ്ങൾ, മധ്യകാല നഗരങ്ങൾ, ആധുനിക നഗരങ്ങൾ. അപ്പോൾ ആ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഏതൊക്കെയാണ് പുരാതന, ഏതൊക്കെ നഗരങ്ങളാണ് ആധുനികം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മാത്രമല്ല ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ മാപ്പ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. ദെൻ പിന്നെ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ ഇന്ത്യൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദ സർവീസസ്. അതായത് സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാം, അത് ഏതൊക്കെയെന്നുള്ളതാണ്. ഇതും മാപ്പായിട്ട് ചോദിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ടസ് ആയിട്ട് ചോദിക്കും. അതായത് ഭരണ പട്ടണങ്ങളുണ്ട്, വ്യാവസായിക പട്ടണങ്ങളുണ്ട്, ഗതാഗത പട്ടണങ്ങളുണ്ട്, വാണിജ്യ പട്ടണങ്ങളുണ്ട്, ഖനന പട്ടണങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രതിരോധ പട്ടണങ്ങളുണ്ട്, വിദ്യാഭ്യാസ നഗരങ്ങളുണ്ട്, മത സാംസ്കാരിക നഗരങ്ങളുണ്ട്, വിനോദ നഗരങ്ങളുണ്ട്. ഇങ്ങനത്തെ കാറ്റഗറി ഒക്കെ ഉണ്ട്. അതിൽപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ളതൊക്കെ പഠിച്ചു നോക്കുക. ഇതും ചിലപ്പോൾ മാപ്പ് ചോദിക്കും. അപ്പോൾ മാപ്പ് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. ദെൻ പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിൽമെൻറ്റ്. ഗ്രാമ നഗരപ്രദേശം തമ്മിലുള്ള വാസസ്ഥലം തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ പാർട്ട് 2 നെക്സ്റ്റ് ചാപ്റ്ററാണ് ഭൂവിഭവങ്ങളും കൃഷിയും, ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ. ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ലാൻഡ് യൂസസ് കാറ്റഗറീസ് ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. അതായത് ഭൂവിനിയോഗ വിഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഉടമസ്ഥാവകാശത്തിൻ്റെ ബേസിൽ നമുക്ക് ഭൂമി എത്രയായിട്ട് തരംതിരിക്കാം, 2ആയിട്ട് തരംതിരിക്കാം, പ്രൈവറ്റ് ലാൻഡും അതേപോലെ തന്നെ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതയും ഉപയോഗം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ് ഫേസിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഒരു 7 പോയിന്റുകളുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ദ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഹരിത വിപ്ലവവും അതിൻ്റെ അനന്തരഫലങ്ങളും. ചിലപ്പോൾ ഹരിത വിപ്ലവം എന്താണെന്ന് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഹരിത വിപ്ലവം അതിൻ്റെ അനന്തരഫലങ്ങളും എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാർഷിക വികസന പദ്ധതിയാണിത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് ജലവിഭവങ്ങൾ, അതായത് വാട്ടർ റിസോഴ്സസ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ദേശീയ ജലനയം 2002 അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്, എന്തിൻ്റെയൊക്കെ വിന്യാസമാണ് അത് ഉറപ്പാക്കുന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയെന്നുള്ളത് ചോദിക്കും. പ്രധാനമായിട്ട് 2 സ്രോതസ്സുകളാണ്, ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സും. അത് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതായത് ഉപരിതലത്തിൽ ഏതൊക്കെയാണ് പെടുന്നത്, അതേപോലെ തന്നെ ഭൂഗർഭത്തിൽ ഏതൊക്കെയാണ് പെടുന്നത്, അത് ഓരോന്നും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ പ്രത്യേകതയും എവിടെയൊക്കെയാണ് അത് കണ്ടുവരുന്നത്, ആ സ്ഥലങ്ങൾ സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ അതൊരു എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാം. വാട്ടർ ആർ ദ സോഴ്സ് ഓഫ് വാട്ടർ. പിന്നെ അത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു കേട്ടോ. അതായത് മഴവെള്ള കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. അതായത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മഴവെള്ളം ശേഖരിക്കുന്ന മാർഗ്ഗങ്ങളെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ പാർട്ട് 2 അടുത്ത ചാപ്റ്ററാണ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ്, ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ദ 4 മേജർ മിനറൽ ഏരിയാസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ധാതു മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ പ്രധാനമായിട്ടും വടക്ക് കിഴക്കൻ പീഠഭൂമിയുണ്ട്, അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമി, ദെൻ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം, ഹിമാലയൻ മേഖല. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കൺവെൻഷണൽ എനർജി സോഴ്സസ് ചോദിക്കും. അതായത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മറ്റൊരു പേരും കൂടി വിളിക്കും, സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മിനറൽസ് ആണ്. ധാതുക്കൾ എത്ര തരമുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 എണ്ണമായിട്ട് ധാതുക്കളെ നമുക്ക് വിഭജിക്കാം. ഒന്ന് ലോഹധാതുക്കൾ, മറ്റൊന്ന് അലോഹധാതുക്കൾ. അപ്പോൾ ആ ലോഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ്, അലോഹത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണെന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചാപ്റ്ററാണ് ആസൂത്രണവും സുസ്ഥിര വികസനവും ഇന്ത്യയുടെ സാഹചര്യത്തിൽ. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സുസ്ഥിര വികസനം എന്ന് ചോദിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ അതേപോലെ തന്നെ മെഷേഴ്സ് ഫോർ പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ എന്തൊക്കെയെന്നുള്ളതും ചോദിക്കും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ച് ചോദിക്കും. അതായത് നഹർ, ഓക്കെ, അതൊരു പഠന വിഷയമായിട്ട് നിങ്ങൾക്ക് പഠിക്കാണ്ട് ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ച്. അപ്പോൾ അത് വ്യക്തമായിട്ട് ഏത് കൊല്ലാണ് ആരംഭിച്ചത്, അതിൻ്റെ നീളം എത്രയാണ്, അത് ടച്ച് ചെയ്ത് പോകുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ദെൻ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വരൾച്ച ബാധിച്ച പ്രദേശത്തെ പദ്ധതികളാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ പദ്ധതികളാണ് ഇത്തരം പ്രദേശങ്ങളിൽ നമ്മൾ ലഭ്യമാക്കുന്നതിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പാർട്ട് 2 നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് BRO, ബോർഡ് റോഡ് ഓർഗനൈസേഷനെ
കുറിച്ച് ചോദിക്കും. അത് എന്നാണ് സ്ഥാപിച്ചത്, അതേപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ചോദിക്കും. വ്യോമ ഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്നാണ് ഇത് തുടങ്ങിയത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ ഉപഗ്രഹ സംവിധാനത്തിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 തരങ്ങളാണുള്ളത്. അപ്പോൾ എന്നാണ് ആരംഭിച്ചത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് അത് ആരംഭിച്ചത് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് 2 മറ്റൊരു ചാപ്റ്ററാണ് അന്തർദേശീയ വ്യാപാരം, ഇന്റർനാഷണൽ ട്രേഡ്. അതിൽ നിന്ന് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ട്രേഡ് ഡയറക്ഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വ്യാപാര ദിശ. അപ്പോൾ പ്രധാനമായിട്ട് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് വ്യാപാര ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപാരം എന്നുള്ള പങ്കാളി അമേരിക്കയാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ട് അവിടെ എഴുതി വെക്കണം. പിന്നെ വളരെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പോർട്ടൽസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതൊരു മാപ്പ് ഏറെക്കുറെ എന്തായാലും ചോദിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ അടയാളപ്പെടുത്താൻ മാപ്പായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ 2 രീതിയിൽ ചോദ്യം വരാം. ഒന്ന്, അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. തുറമുഖത്തിൻ്റെ പേര്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് 2 കോളങ്ങളാക്കി എഴുതാൻ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മാപ്പ്. ഷുവറായിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൺ സെലക്ടഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ചേരികളുടെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ചേരികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് അത് നിങ്ങൾ വിശദമായിട്ട് വിശദീകരിച്ച് വെക്കണം. രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. മലിനീകരണത്തിന് വിവിധ തരങ്ങൾ, ടൈപ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. പ്രധാനമായിട്ടും വായു മലിനീകരണം, ജലമലിനീകരണം, ഭൂമലിനീകരണം, ശബ്ദമലിനീകരണം. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. ചിലപ്പോൾ അത് മൊത്തത്തിൽ ചോദിക്കും. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ചാൻസ് ഇപ്പോൾ എന്താണ് ശബ്ദമലിനീകരണത്തിന് കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ജലമലിനീകരണത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വേ ടു റെഡ്യൂസ് ലാൻഡ് സ്ലൈഡ്സ്. അതായത് നമ്മുടെ ഭൂ അപചയം കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്, ഏതൊക്കെ രീതിയിൽ നമുക്കത് കുറച്ച് കൊണ്ടുവരാം, ഉരുൾപൊട്ടലിനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +2 ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, പിക്ചർ സഹിതം വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ മാപ്പുകളും പഠിക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എക്സാമിനെ കാണുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.